ഇന്നത്തെ മധുര നൊമ്പരക്കാരൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് നമ്മുടെ വീണയുടെ കുതന്ത്രങ്ങൾ, അതായത് സ്വന്തം അച്ഛനെ പോലും ഇങ്ങനത്തെ ഒരു മകളെ കിട്ടുന്നത് കിട്ടാതിരിക്കുന്നതിന് തന്നെ നല്ലതാണ്. ഇത്രയും ചെയ്ത് കൂട്ടിയിട്ടും അച്ഛൻ ഇത്ര നോക്കിയിട്ട് വീണയുടെ മനസ്സിൻ്റെ ചതികൾ തീരുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. അച്ഛനെ വീഴ്ത്താനായി കയറും വള്ളികളെല്ലാം അവിടെ കെട്ടിവെച്ച് അച്ഛൻ കുളത്തിൽ വീഴാനായിട്ട് ആഗ്രഹിച്ചെങ്കിൽ അവളുടെ പദ്ധതി പോലെ തന്നെ അച്ഛൻ കുളത്തിൽ വീഴുന്നതും അച്ഛൻ കുളത്തിൽ വീണിട്ട് അച്ഛന് സംഭവിക്കുന്ന അച്ഛൻ അവിടെ കിടന്ന് ശ്വാസ പെടയുന്നതുമെല്ലാം നോക്കി നിൽക്കുന്ന ഒരു ഇത്രയും ക്രൂരയായ ഒരു മകളെ, അതും വയറ്റിലൊരു ഗർഭിണിയായിട്ട് പോലും അത്ര ക്രൂരത അച്ഛനോട് പോലും ചിന്തിക്കുന്ന ഒരു മകൾ എന്ന രീതിയിൽ അവിടെ മാറി നിൽക്കുന്ന ഒരുത്തിനെയാണ് കാണുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇന്നത്തെ സീരിയലിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യ ഹരിയുടെ കത്തുകൾ വായിച്ച് ഹരിക്കായി അടുത്ത വരികൾ കുറിക്കുകയാണ്. ആ കുറിക്കുന്ന സമയത്ത് ഹരിയുടെ മനസ്സിവിടെ എന്തെന്നറിയാത്ത രീതിയിൽ പെടഞ്ഞെന്താണ് വിഷമത്തിലേക്ക് ആഴ്ത്തി എന്താണ് നമ്മുടെ വീണ ആണെങ്കിൽ ഹരിയെ മനസ്സുകൊണ്ട് നോവിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഇതൊന്നും അറിയാതെ തന്നെ ഹരിയെ സ്നേഹിക്കുന്ന രീതിയിൽ, ഹരിയുടെ വരികളെ സ്നേഹിക്കുന്ന രീതിയിൽ, ഹരിയുടെ കവിതകളുടെ മനസ്സിനെയും വാക്കുകളെയും ഒരുപോലെ സ്നേഹിക്കുന്ന രീതിയിൽ, ഹരി എന്ന മാന്ത്രിക രീതിയിൽ എഴുതുന്ന ആ ഒരു എഴുത്തുകാരനോട് പ്രേമം, അത് പ്രേമം എന്ന് പറയണോ അതോ ഇഷ്ടമെന്ന് പറയണോ അതൊരു ആരാധന എന്ന് പറയണോ എന്ന് നമുക്കറിയത്തില്ല. ആ ഒരു ആരാധനയിൽ എന്താണ് മുഴുകിയിരിക്കുന്ന നമ്മുടെ നിത്യനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിത്യ അങ്ങനെ ഹരിക്കായി ഓരോ വരികളും കുറിക്കുകയാണ്. അതായത് കൂടുതൽ വാക്കുകൾ പറയാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം അർത്ഥങ്ങളുടെയും വാക്കുകളുടെയും മൊത്ത കച്ചവടക്കാരല്ലേ നിങ്ങൾ എഴുത്തുകാർ. അപ്പം നിങ്ങളോട് അത്രയും വാക്കുകൾ പറയാൻ എനിക്ക് ഭയമായെന്ന് നിത്യയുടെ മനോഹരമായ വാക്കുകളുടെ കുറിപ്പൊക്കെയാണ് ഇന്നത്തെ സീരിയലിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് നോക്കാം. ഇന്ന് സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ കാണും നമ്മുടെ വീണ അച്ഛന് വേണ്ടിയിട്ട് എന്താണ് അച്ഛനായ ചതിക്കുഴി രീതിയിൽ ശത്രുക്കളാണ് ഇങ്ങനത്തൊക്കെ പെരുമാറും നമ്മൾ കണ്ടുള്ളൂ. ഇതിപ്പോൾ സ്വന്തം മോള് അച്ഛൻ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും ആ മോളുടെ തെറ്റുകൾ സമൂഹത്തിന് മുന്നിൽ മറച്ചു പിടിക്കാൻ ശ്രമിച്ച ആ ഒരു അച്ഛനോട് പോലും ഇത്ര രീതിയിൽ ക്രൂരമായ മനസ്സ് പെരുമാറാൻ കഴിയുന്ന രീതിയിലുള്ള വീണയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. വീണ എന്താണ് അച്ഛന് വേണ്ടി ഒരുക്കി വെച്ച അതേ ചതിക്കുഴിയിൽ അച്ഛൻ എന്താണ് കണ്ണിലെ കണ്ണാടിയും ഗ്ലാസ്സൊക്കെ അവിടെ എന്താണ് അമ്പലത്തിൻ്റെ ആ കുളത്തിൻ്റെ ആ വാതിലിലേക്ക് വെച്ചിട്ട് ചെരുപ്പ് മൂരിയിട്ട് എന്താണ് നമ്മുടെ രാമകൃഷ്ണൻ ഏട്ടൻ എന്താണ് ആ കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് അടുത്ത പടി എടുത്ത് വെക്കുന്നതും പുള്ളിക്കാരൻ്റെ കാലെന്താണ് ഈ വീണ കുരുക്കി വെച്ചിരുന്ന ആ ഒരു വള്ളി കൊണ്ടുണ്ടോ ആ വള്ളികളിൽ തട്ടി അങ്ങ് എന്താണ് കുളത്തിലേക്ക് അങ്ങ് വീഴുവാണ്. ഇത് കണ്ട് അത്രമാത്രം ആനന്ദത്തിൽ നിൽക്കുവാണ് വീണ. ഈ ആനന്ദത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അച്ഛൻ അവിടെ ശ്വാസം കിട്ടുന്നില്ല. അദ്ദേഹം അവിടെ കിടന്ന് എന്താണ് കുളത്തിൽ കിടന്ന് കൈയും കാലിട്ട് അടിക്കും. അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ആൾക്കാർ വിളിച്ചു പോകാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുമ്പോഴും അവിടെ അച്ഛൻ്റെ ആ ഒരു അത്രയും ഒരു വെപ്രാളവും ആ ഒരു ഇതൊക്കെ അച്ഛൻ ജീവനോട് കിട്ടുമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് അച്ഛൻ പോയിട്ടും അത് കണ്ട് രസിച്ച് എന്തായാലും ആ ട്രിപ്പ് അവോയ്ഡ് ചെയ്യാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറെന്ന രീതിയിൽ അവിടെ നിൽക്കുന്ന വീണയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം എന്താണ് രാമകൃഷ്ണേട്ടൻ്റെ വിളി കേട്ടിട്ട് അവിടെ വന്ന ആൾക്കാർ, അമ്പലത്തിൽ വന്ന ആൾക്കാർ അതുവഴി പോയപ്പോഴത്തേക്ക് അയ്യോ അമ്പലക്കുളത്തിൽ ആരോ വീണേ എന്ന് പറയുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രാമകൃഷ്ണേട്ടനാണ്. അയ്യോ രാമകൃഷ്ണേട്ടൻ നമ്മുടെ അമ്പലക്കുളത്തിൽ വീണേ, എല്ലാവരും ഓടി പറഞ്ഞേ, ഭയങ്കര ആടുള്ളൊരു കുളമാണ് നീ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹരി അങ്ങ് ഓടി എത്തുവാണ്. കൂടെ നാട്ടുകാരെല്ലാവരും ഉണ്ട്. അങ്ങനെ ഹരി ആര് നോക്കി നിൽക്കുന്നതിന് മുന്നേ തന്നെ ഹരി എടുത്ത് ചാടി. കാരണം എല്ലാവർക്കും അങ്ങനെ നീന്തൽ അറിയണമെന്നല്ലോ. ഹരി എടുത്ത് ചാടി ഹരി എന്താണ് രക്ഷിക്കാൻ നോക്കുമ്പോഴത്തേക്കും പിന്നെ ബാക്കി എന്താണ് നമ്മുടെ നാടല്ലേ, നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു കാര്യത്തിന് ഒന്നിൽ കൂടുതൽ ആൾക്കാർ എന്താണ് അവരുടെ കാര്യം പോലും നോക്കാതെ എടുത്ത് ചാടുന്നുള്ളതാണ്. അപ്പം കുറേ നല്ലവരായ ജനങ്ങളും അതിൻ്റെ കൂടെ തന്നെ എന്താണ് രക്ഷിക്കാനായി എടുത്ത് എന്താണ് കുളത്തിലേക്ക് ചാടി. അങ്ങനെ എന്താണ് എല്ലാവരും വലിച്ചു കെട്ടുമ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അയാളുടെ മുണ്ടൂരി എന്താണ് കരയ്ക്ക് പിടിച്ച് കയറ്റാനായ മുണ്ടും ഊരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജനങ്ങളുടെ നല്ല മനസ്സും കൂടെ കാണാൻ പറ്റും. അങ്ങനെ എന്താണ് അദ്ദേഹത്തിന് കരക്കയറ്റിയിട്ടും പുള്ളിക്കാരന് ശ്വാസം കിട്ടുന്നില്ല, കാരണം കണ്ണും തുറക്കുന്നില്ല. അതൊക്കെ കണ്ടിട്ടും എന്താണ് മാറി നിന്ന് ഇതൊക്കെ എന്തോ ഒരാളെ രക്ഷിക്കാൻ ഹരി എടുത്ത് ചാടിയപ്പോൾ ഹരിയോട് അത്രമാത്രം ദേഷ്യമാണ് വീണയുടെ മുഖത്ത് കാണാൻ പറ്റുന്നതെന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് എന്താണ് അവിടെ നിലത്ത് കിടത്തി എന്താണ് ശ്വാസം കൊടുക്കാനും അതുപോലെ വയറ്റിലെ വെള്ളം പുറത്ത് കളയാനൊക്കെ നോക്കുമ്പോഴും ഹരിയുടെ മനസ്സാണ് ഹരിയാണ് സ്വന്തം മോനെന്ന് നമുക്ക് തോന്നിപ്പോവും. മരുമകനാണെന്ന് നമുക്ക് തോന്നത്തേയില്ല, മകൻ ഹരിയാണ് നമുക്ക് തോന്നിപ്പോവും. വീണയെ കണ്ടാൽ പുറത്തുനിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു മരുമോൾ, എങ്ങനെയെങ്കിലും ഒന്ന് അമ്മായിപ്പനെ തട്ടിക്കളയാൻ കണ്ട് കാത്തിരിക്കുന്ന ഒരു മരുമോളാന്നേ നമുക്ക് വീണയെ കണ്ടാൽ തോന്നത്തുള്ളൂ. അങ്ങനെ വീണ ഇതൊക്കെ പമ്മി പാത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും അച്ഛന് ബോധം വീണ്. അച്ഛൻ കണ്ണ് തുറന്ന് മോനെ എനിക്കൊന്നുമില്ലടാ, ഒന്നുമില്ല, നീ പേടിക്കണ്ട. പേടിച്ച് പോയെന്ന് പറഞ്ഞിട്ട് ഹരിയുടെ കവിളുടെ എന്താണ് രാമകൃഷ്ണൻ എന്താണ് കൈ വയ്ക്കണം. എങ്ങനെ രാമകൃഷ്ണേട്ടാ നിങ്ങൾ ഇങ്ങനെ ഈ വീണ് പോയത്? അത് ഞാൻ എന്തോ വള്ളി തട്ടി വീണതാ എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി കൂടുതൽ അച്ഛനെ സംസാരിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനതെങ്ങനെ അറിഞ്ഞാലെന്നുള്ള പേടിക്കകത്ത് വീണ അവിടെ അങ്ങ് മെല്ലെ ഒരു അയ്യോ അച്ഛ അച്ഛ എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഹരി എന്താണ് രാമകൃഷ്ണേട്ടൻ്റെ അടുത്ത് പോടോ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും വേണ്ടടാ ഞാൻ ശരിയായി, എനിക്ക് എൻ്റെ ഈ അവസ്ഥയെക്കാളും വിഷമം നിൻ്റെ ഈ സങ്കടം കണ്ടിട്ടാടാ വിഷമം, നീ വിഷമിക്കാതെ എനിക്കൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് പറഞ്ഞാൽ പറ്റത്തില്ല, നിന്നെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ് ഹരി. അങ്ങനെ കാല് തിരുമ്മി കൊടുക്കുന്നു, എല്ലാം ഇതായി കൊടുക്കുമ്പോഴത്തേക്കും നാട്ടുകാരുടെ മുന്നിൽ ഒന്ന് എന്താണ് ഒരു കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ ഒപ്പിച്ചു കൂട്ടാൻ വേണ്ടി വീണ അവിടെ നിൽക്കുക. പക്ഷേ മനസ്സിൽ മൊത്തം ഇപ്പോഴും ശത്രുത മാത്രമേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് ഹരി എന്താണ് അവിടെ കൊണ്ടുവന്ന് ഒരു ആൽമര ചുവട്ടിനകത്ത് രാമകൃഷ്ണനെ എടുത്തി. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു, നമുക്ക് ഈ ട്രിപ്പ് വേണ്ട എന്ന് വെച്ചാലോ എന്നങ്ങ് പറയുവാണ്. കാരണം ഇത്
അതാ ശരി അച്ഛാ. അപ്പോഴത്തേക്കും വീണ എന്താണ് ഭയങ്കര സ്നേഹം. ഹരിയേട്ടൻ പറയുന്നത് കേൾക്കച്ഛാ, നമുക്ക് ഈ യാത്ര വേണ്ട എന്ന് വെക്കാം. അച്ഛൻ എന്താണ് പോയി കിടന്ന് എന്താണ് നന്നായിട്ട് ഉറങ്ങി ഈ ക്ഷീണമൊക്കെ, എനിക്കൊന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ക്ഷീണം അങ്ങ് മാറാന്നേ ഉള്ളൂ. നാളത്തേക്കല്ലേ പോകണ്ട, ഇന്ന് രാത്രി ഉറങ്ങി കഴിയുമ്പോൾ എൻ്റെ ഈ ക്ഷീണമൊക്കെ മാറും. അല്ല, നിങ്ങൾ ആരും പേടിക്കണ്ട, ഇതായിരുന്നു അവസാനത്തെ വിഘ്നം ഒന്ന് കരുതിയാൽ മതി. ആ അവസാന വിഘ്നം കൂടെ ഇങ്ങനെ അങ്ങ് തീർന്നു പോയി. അല്ലാതെ ഇതിനെ ഞാൻ തടസ്സമായിട്ടൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു അപശകുനം അല്ലേ, ഇതൊരു ദുശകനം അല്ലേ എന്ന് പറയുമ്പോൾ ഇത് ദുശകനവും കുശകനവും ഒന്നും അല്ല, നീ അതൊന്നും കൂടുതൽ പറയാൻ നിൽക്കേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല എന്ന് വീണയ്ക്ക് മനസ്സിലായത്. വീണ അവിടെ നിന്ന് അങ്ങ് പോകണോണ്ട് ഹരി വീണ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവള് പോട്ടടാ, അവള് പോന്നെങ്കിൽ പോട്ടെ, അവൾക്ക് ഇപ്പം എൻ്റെ കാര്യത്തിൽ സങ്കടമൊന്നുമല്ല, അവൾക്ക് ഇത് അങ്ങ് മുടക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതിൻ്റെ ആ ഒരു സങ്കടമാണ് അവൾക്കുള്ളത്, അല്ലാതെ എന്നോടുള്ള കരുതലൊന്നുമില്ല. നീ അങ്ങ് പേടിച്ച് പോയല്ലേടാ മോനെ, എനിക്ക് എന്ത് സംഭവിക്കാനാ? അല്ലെങ്കിൽ തന്നെ യാത്രയ്ക്കകത്ത് എന്ത് വല്ലായ്മ വന്നാൽ തന്നെ എന്ത്, എന്നെ നോക്കാൻ നീ ഇല്ലേടാ ഹരി, പിന്നെ എന്തുപോലെ എനിക്ക് പേടിക്കാന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനൊന്നും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഹരി അദ്ദേഹത്തിന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇനി ഇവിടെ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ, നീ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യാത്രകളെ നോക്ക്, ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കേണ്ട. എടാ ഞാൻ എന്തോട് ചെറിയ കുട്ടിയാന്നോടാ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, നീ പോളാ ചെറുക്ക എന്ന് പറഞ്ഞിട്ട് എന്താണ് ഹരിനങ്ങ് പറഞ്ഞു വിടണം. അപ്പം ഹരി മുന്നോട്ടേക്ക് നടക്കുന്നതിന് മുന്നേ തന്നെ വീണ പോയി. ഹരി വീണയുടെ പിന്നെ പോയപ്പോഴത്തേക്കും ഹരിയെ കാത്തു നിന്ന് വീണ വയ്ക്കുമോ, അച്ഛൻ എന്തോ പറഞ്ഞ് തീരുമാനം എന്തോ പറഞ്ഞ് നാളെ പോകുന്നു തന്നെയാണെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അച്ഛന് മാറ്റമൊന്നുമില്ല, അച്ഛൻ പറഞ്ഞെങ്കിൽ നാളെ പോയേ പറ്റത്തുള്ളൂ. അച്ഛൻ്റെ വിചാരം ഈ യാത്ര കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തന്നോടങ്ങ് ഭയങ്കര സ്നേഹം വരുമെന്നാണ് അച്ഛൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തന്നോട് ഒരു സ്നേഹം വരാൻ, തന്നെ സ്നേഹിക്കാൻ ഞാനല്ല, ഈ ലോകത്ത് ഒരാളും തന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല, താൻ ഇത് കുറിച്ച് വെച്ചൊന്ന് പറയുമ്പോഴത്തേക്കും ഹരിയുടെ മനസ്സങ്ങ് നൊന്തു പോവാണ്. ആ നൊന്ത് പോകുമ്പോഴത്തേക്കും ഹരി അവിടെ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും എന്താണ് ഒരു പാട്ടാണ്, നമ്മുടെ മധുര നൊമ്പരക്കാരന് നല്ല മനോഹരമായ പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ്. ഇതാണ് വരി പ്ലേ ചെയ്യുന്നത്. താരിളം തിങ്കളേ മേലെ മേടേറിയോ മധുര നൊമ്പരക്കാറ്റേ പോകയോ. പാട്ട് അവിടെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നിത്യ എന്താണ് ഹരിയുടെ കത്ത് വായിക്കുവാണ്. ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് വായിച്ചപ്പം തന്നെ മനസ്സിലായി. ഒത്തിരി എഴുത്തുകൾ വായിക്കുന്ന വ്യക്തിയാകുമ്പം ഒത്തിരി എന്താണ് അറിവുകൾ കിട്ടുന്നതാണ്. എഴുത്തിൻ്റെ ലോകത്തിൽ നമ്മളെ തന്നെ മറന്ന് ഒരു പ്രത്യേക ലോകത്തിലേക്ക് പോകുമെന്നൊക്കെ ഹരി എഴുതിയ ഓരോ വാക്കുകളും വായിച്ച് നിത്യയുടെ മനസ്സിനകത്തും നിത്യയുടെ കവിളിനകത്തെല്ലാം പുഞ്ചിരി ഇടരുവാണ്. നിത്യ കത്തുകളെ കൂടെ എന്താണ് ലൈറ്റിൻ്റെ വെളിച്ചത്തിനകത്ത് നിത്യ ഒറ്റയ്ക്കൊരു റൂമിനകത്തിരുന്ന് വായിക്കുവാണ്. അല്ലാതെ മറ്റേ ആ ഒരു അവൻ്റെ കൂടെ ഇരുന്ന് വായിച്ചാൽ ഈ ഒരു സ്വസ്ഥത കിട്ടത്തില്ലല്ലോ, അതോടെ നിത്യയുടെ ജീവിതം തീർന്ന്. അപ്പം നിത്യ എന്താണ് അവിടെ ഒറ്റയ്ക്കിരുന്ന് ഏകാന്തതയിലിരുന്ന് എന്താണ് ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് തൻ്റെ വാക്കുകൾ വായിച്ചപ്പോൾ മനസ്സിലായി. എഴുതിയ വരികളിൽ നിന്ന് തന്നെ എഴുതാതെ കുറേ വാക്കുകൾ വായിച്ചെടുക്കാനും എനിക്ക് കഴിഞ്ഞു. ഇനിയും പുസ്തകങ്ങൾ വായിക്കണം. ഇനിയും വായിക്കുമ്പോൾ വായന നമ്മുടെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകും. നമുക്കങ്ങനെ വായിച്ച് ആകാശത്തിലെ മേഘത്തുണ്ടുകൾ പോലെ ഒട്ടും കനമില്ലാത്ത നമുക്കെന്താണ് അങ്ങനെ ഒഴുകി നടക്കാം എന്ന് ഹരി പറഞ്ഞ് ഓരോ വാക്കുകളും വായിച്ച് എന്താണ് എന്താണ് നമ്മൾ ഒരു പ്രണയലേഖനം വായിച്ചാൽ നമുക്ക് എന്ത് കുളിർമയൊക്കെ നമ്മുടെ മുഖത്ത് കാണാൻ പറ്റുന്ന അതേ കുളിർമയോടെ തന്നെ നിത്യ വായിക്കുവാണ്. കാരണം ആകാശത്തിലെ മേഘത്തുണ്ടുകൾ പോലെ ഒട്ടും കനമില്ലാതെ നമുക്കിങ്ങനെ വായനയുടെ ലോകത്ത് ഒഴുകി നടക്കാമെന്ന വരികൾ. അതിൻ്റെ ഒപ്പം തന്നെ നിത്യ വായിച്ചിട്ട് നിത്യ അടുത്ത കത്ത് എഴുതാനായി പേന എടുത്ത് കത്തുമായിട്ട് എഴുതാൻ വെച്ച് കഴിഞ്ഞു. അന്നേരം നിത്യ എഴുതുന്നുണ്ട്, ആരാധിക. ആ വിളി എനിക്കിഷ്ടപ്പെട്ട്. കത്തിൽ പേര് വെക്കാതിരുന്നത് വളരെ കാര്യമായെന്ന് എനിക്ക് തോന്നി. എന്തായാലും ആരാധിക ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പേരാണ്. ആ വിളി എനിക്ക് ഒത്തിരിയധികം ഇഷ്ടപ്പെട്ടു. എന്നാലും ഞാൻ ഒട്ടും കത്തിന് മറുപടി പ്രതീക്ഷയില്ല. പക്ഷേ എന്നാലും എന്നെപ്പോലത്തെ ഒരു ആരാധിക്കാൻ വേണ്ടി സമയം ചിലവാക്കി എനിക്കായി കത്ത് മറുപടി തന്നല്ലോ, എനിക്ക് വളരെ സന്തോഷമുണ്ടല്ലോ. ഇനിയും കുറച്ച് സമയം ഈ ആരാധനയ്ക്ക് വേണ്ടി മാറ്റി വെക്കണമെന്നാണ്. സമയമുണ്ടല്ലോ അല്ലേ എന്ന് നിത്യ വാക്കുകൾ കുറിക്കുവാണ്. എന്നിട്ട് നിത്യ വീണ്ടും ചിരിക്കുവാണ്. എന്നിട്ട് പിന്നെ വീണ്ടും ആലോചിക്കുവാണ്. പുതിയ കവിതകൾ ഞാൻ വായിച്ചു. നല്ല വരികൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. മനസ്സിൻ്റെ മുറിവുകൾ മായ്ക്കുന്ന മാന്ത്രിക വൈദ്യന്മാരാണ് കവികളെന്നും കവിതകളെന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. അത് സത്യമാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. കാരണം താങ്കളുടെ കവിതയിലെ ഓരോ വാക്കുകൾ വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഓരോ മുറിവുകളും അത് സുഖപ്പെടുന്നതായി തന്നെ എനിക്ക് തോന്നി. കാരണം വാക്കുകൾ കൊണ്ട് തന്നെ മുറിവുകൾ മാറ്റാൻ കഴിയുന്ന ഒരു മാന്ത്രിക വിദ്യയാണ് എഴുത്തുകൾക്കുള്ളതെന്ന് അത് നിങ്ങൾ എന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടിയ വാക്കുകളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ എനിക്ക് പേടിയാണ്. കാരണം നിങ്ങൾ വലിയ കവികളല്ലേ. നിങ്ങൾ തന്നെയല്ലേ വാക്കുകളുടെയും അർത്ഥങ്ങളുടെയൊക്കെ മുത്ത് കച്ചവടക്കാരായും ഉള്ളത് നിങ്ങളാണല്ലോ. നിങ്ങളെപ്പോലെ കവികളുടെ മുന്നിൽ കൂടുതൽ വാക്കുകൾ എഴുതി അത്രയ്ക്കൊരു കാര്യങ്ങൾ ഒപ്പിക്കാനുള്ള പേടി എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇത്ര വാക്കുകളിൽ നിർത്തുന്നു എന്ന് പറഞ്ഞ് മനോഹരമായി നിത്യ ഈ വാക്കുകൾ കുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതായത് ഹരിയെ വളരെ സ്നേഹത്തോടെ ഹരിക്കായി നിത്യ കുറിക്കുന്ന ഓരോ വാക്കുകൾ, അതായത് ഒരു മാന്ത്രിക എഴുത്താണ് ഹരിയുടെ എന്ന് നിത്യ കുറിക്കുന്ന ആ വേളയിൽ ആരാധിക എന്ന വിളി ഇഷ്ടപ്പെട്ടെന്നും നിങ്ങൾക്കായി ഈ കത്തിനായി മറുപടിക്കായി ഞാൻ കാത്തിരിക്കും. വളരെ ദൂരെ നിന്ന് നിങ്ങളുടെ ആരാധിക നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അവസാന കുറിപ്പും കൂടെ എഴുതുമ്പോൾ ഹരിയുടെ മനസ്സവിടെ നോവുന്ന സമയത്ത് ഈ പാട്ട്
പാട്ടും നിത്യയുടെ ആ ഒരു എഴുത്തും ആ ഒരു രാത്രിയുടെ ഒരു ഭംഗിയും എല്ലാമായിട്ട് ആ ഒരു ചെറിയൊരു വെളിച്ചത്തിൻ്റെ ആ ഒരു ലൈറ്റ് ലാമ്പിൻ്റെ വെളിച്ചത്തിനകത്തിരുന്ന് ടേബിൾ ലാമ്പിനകത്തിരുന്ന് നിത്യ എഴുതുന്ന ആ ഒരു വെളിച്ചവും അത് നിത്യയുടെ മുഖത്തടിക്കുന്ന ഒരു ഭംഗിയും നിത്യയുടെ വിടർന്നു വരുന്ന ചിരി. കാരണം നിത്യ ആ വീട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പം ഈ കത്ത് മാത്രമാക്കി നിത്യയുടെ മനസ്സിൻ്റെ ആ ഒരു പുഞ്ചിരിയുടെ ഒറ്റൊരു കാരണമായി മാറുന്നത്. അത് നമുക്ക് ഈ ഒരു സ്ത്രീയെ ഏതെങ്കിലും ഒരു തടങ്ങളുടെ അടച്ചിട്ട് ആ തടങ്ങൾ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുഷ്പം കാണും വരുന്ന ഒരു സന്തോഷം എന്തുമായിരിക്കും? ഇരുട്ട് മുറിക്കാത്ത ഒരു പുഷ്പത്തിനെ കാണാൻ പറ്റി അതിൻ്റെ വർണ്ണങ്ങൾ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്തായിരിക്കും? ആ ഒരു സന്തോഷമായി മാറുവാണ് ഹരിയുടെ വാക്കുകളും ഹരിക്കായി തിരിച്ചെഴുതുന്ന കത്തുകളും നിത്യയുടെ മനസ്സിൻ്റെ മുറിവുകൾ മായ്ക്കാനും മുറിവുകൾ പകരം എന്താണ് പടർന്ന് എഴുതാനും പറ്റുന്ന ഒരു വാക്കുകളായി മാറുന്നതാണ് ആ ഒരു അവസരം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ സന്തോഷവും അതെല്ലാം നിത്യയുടെ മുഖത്തുണ്ട്. ഹരി ഇവിടെ വീണ പറഞ്ഞ വാക്ക് കേട്ട് ദുഃഖിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങളെ സ്നേഹിക്കാൻ ഞാനല്ല മറ്റൊരുത്തിയും കാണത്തില്ല, ഒരുത്തിക്കും നിന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ വാക്കുകൾ കേട്ട് ഞാൻ അത്ര കൊള്ളാത്തവനായി പോവോ എന്നുള്ള ചിന്തയിൽ വിഷമിച്ച് എന്താണ് ആകാശത്തെ നിലാവിനെ നോക്കി നിൽക്കുന്ന ഹരിയും ഈ മനോഹരമായ മദനനൊമ്പരക്കാറ്റിൻ്റെ പാട്ടും നിത്യയുടെ ആ ഒരു ഭംഗിയേറെ സൗന്ദര്യവും മനസ്സിൻ്റെ പ്രണയം തുളുമ്പുന്ന വാക്കുകളും ചുണ്ടുകളും എല്ലാമേ വളരെ മനോഹരത്തിനകത്ത് നിൽക്കുമാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പകലായി കഴിഞ്ഞു നിത്യയുടെ വീടാണ് കാണിക്കുന്നത്. നിത്യയുടെ വീട്ടിൽ നിത്യയുടെ അച്ഛൻ എന്താണ് അവരൊക്കെ ഇപ്പോൾ ഇങ്ങ് എത്തും. എന്തോ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അടുക്കളയിൽ എന്താണ് അദ്ദേഹം എന്താണ് അടുക്കളയിൽ അങ്ങ് നോക്കുമോ എന്നിട്ട് എന്തുണ്ടാക്കണമെന്ന് ഒരു ഐഡിയ കിട്ടത്തില്ല. കാരണം സുജാതയും വീട്ടുകാരെല്ലാം വരുമല്ലോ. അതൊക്കെ ആലോചിച്ച് നിത്യയുടെ അച്ഛൻ എന്താണ് മുറ്റത്ത് വന്ന് വീണ്ടും വിഷമിച്ച് നിൽക്കുവാണ്. ഇതിനാണ് പറയുന്നത് വീട്ടിൽ ഒരാൾ വേണമെന്ന് പറയുന്നത്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇല്ലല്ലോ. പറഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നിട്ട് അവിടെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്ക് നിത്യ ആ വീട്ടിലുണ്ടായിരുന്നതും ആ സന്തോഷവും കുടുംബത്തിലെ എല്ലാവരുമായിട്ട് സന്തോഷം നടന്ന ദിവസങ്ങളും നിത്യയെ ഊഞ്ഞാലാട്ടിയതും അതുപോലെ നിത്യ വന്ന് കുറി തൊട്ട് തന്നതും അച്ഛനവിടെ മയം കിടക്കുമ്പോൾ കുറി തൊട്ട് തരുന്നതും പിന്നെ എല്ലാവരുമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതും ബർത്ത്ഡേ ആഘോഷിച്ചതും അങ്ങനെ എല്ലാ സന്തോഷവും അവിടെ ആ വീട്ടിൽ കഴിഞ്ഞു പോയ എല്ലാ സന്തോഷ നിമിഷങ്ങളും കുടുംബത്തിനോടൊള്ളപ്പം എല്ലാ നിമിഷങ്ങളും ഇങ്ങനെ ആലോചിച്ച് ഇതാക്കണം. അതുപോലെ പിള്ളേരുടെ കുട്ടികളുടെ കളി ചിരി നിറഞ്ഞിരുന്ന ആ ഒരു വീട്, ആ നിറഞ്ഞിരുന്ന വീട് ഇന്ന് ഇത്ര ശാന്തതയാണല്ലോ എന്നാണ് ഓരോ ചിരിയുടെ കാര്യം ആലോചിച്ചിട്ടും ആ വീടിൻ്റെ ശാന്തതയുമാണ് കാണിക്കുന്നത്. അങ്ങനെ നിത്യയുടെ വീടിൻ്റെ ശാന്തത കാണിച്ചുകൊണ്ട് അങ്ങനെ എന്താണ് അവിടുത്തെ ചാരു കസേരയ്ക്കകത്ത് നിത്യയുടെ അച്ഛൻ അങ്ങ് മയങ്ങി എന്താണ് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും നിത്യയുടെ അച്ഛൻ്റെ അനിയൻ വരുന്നുണ്ട്. അപ്പം വരുന്നത് ഭാര്യയായിട്ടാണ് വരുന്നത്, ഫുഡും കൊണ്ടാണ് വരുന്നത്. ഏട്ടാ നീയാണോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എന്താ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഏട്ടന് കഴിക്കാനായിട്ട് ഭക്ഷണം കൊണ്ടുവന്നേ, ഇന്ന് സുജാതയും വീട്ടുകാരും എല്ലാവരും വരുന്നതല്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, ഞങ്ങളെ കാണുന്ന അത്ര അവർക്ക് സന്തോഷകരമായ ഒരു കാര്യമാവത്തില്ല, അതുകൊണ്ട് അതിന് മുന്നേ തന്നെ വന്ന് ഭക്ഷണമൊക്കെ തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചതാ. എന്ത് ചെയ്യാനാ, എൻ്റെ ഒരു കാര്യം എൻ്റെ ഒരു വിധി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സങ്കടപ്പെടേണ്ട ഏട്ടാ, ഇതൊക്കെ ഒരു കാര്യമല്ലേ, നമുക്ക് എന്താണ് ഉചിതം അത് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പോഴത്തേക്കും നിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട് എൻ്റെ ഒരു വിധിയാണ്, ചിലവരെ സന്തോഷിപ്പിക്കാനായി ചിലവരെ ദുഃഖിപ്പിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് ആ സങ്കടത്തിനാ നിൽക്കുന്നതാണ് ഇന്നത്തെ സീരിയലിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സീരിയൽ ടോട്ടൽ റിവ്യൂ. പിന്നെ അടുത്ത ഏറ്റവും വലിയ കാര്യം കാണിക്കുന്നത് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് പോകുമ്പോൾ നിത്യ വീട്ടിൽ അടിപൊളിയായിട്ട് ഒരുങ്ങി ഇറങ്ങി വരുവാണ്. നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി അടിപൊളിയായിട്ട് നിത്യ ഇറങ്ങി വരുമ്പം നിത്യയുടെ ഏറ്റവും സംശയരോഗിയായ ഭർത്താവ് ജീവൻ നിത്യേനെ ഇങ്ങനെ രൂക്ഷമായി നോക്കുന്നു. സാധാരണ രീതിക്ക് അത് ഭാര്യ എത്ര സുന്ദരിയാവുന്നോ അത് ഭർത്താവിൻ്റെ അഭിമാനമാണെങ്കിൽ ഇത് ഭാര്യയുടെ സൗന്ദര്യത്തിന് ഓരോ ഇഞ്ചുകൾ കൂടുമ്പോഴും അത് നോക്കി ഭയവും ഭാര്യയെക്കുറിച്ച് അനാവശ്യമായ ചിന്തകളും കൊണ്ട് നടക്കുന്ന ഭർത്താവിൻ്റെ ആ ഒരു തീക്ഷ്ണ കണ്ണുകളാണ് നിത്യയിലേക്ക് വന്നത്. പക്ഷേ നിത്യ നിഷ്കളങ്കതയോടെ ഭർത്താവ് ആ സൗന്ദര്യത്തിനെ ആസ്വദിക്കട്ടെ എന്ന രീതിയിൽ ഭർത്താവിൻ്റെ മുന്നിൽ ആ ഒരു നാണം എല്ലാമായിട്ട് നിത്യ താഴേക്ക് ഇറങ്ങി വരുന്ന നിമിഷത്തിൽ ആ ഒരു നാണത്തിനെ ഒന്നും പരിഗണിക്കാതെ ഇവളെന്തിനാ ആരെ കാണിക്കാനാക്കി ഇത്രയും ഒരുങ്ങി കയറി വരുന്നത് എന്നുള്ളൊരു ഭാവത്തിൽ അയാൾ നോക്കി നിൽക്കുന്നതാണ് ഇന്നത്തെ സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ എൻഡിങ്. അപ്പോൾ എല്ലാവർക്കും റിവ്യൂ ഇഷ്ടപ്പെടുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്